നബിയെ ക്രൂരനായി, ഭീകരവാദിയായി, അന്യമത വിരോധിയായി, ആളെ കൊല്ലുന്ന യുദ്ധക്കുതിയനായി എല്ലാം ആധുനിക ലോകം അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനൊരു പ്രസംഗത്തിൽ നബിയുടെ കരുണയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തി, വിവാദമായി കൊടുമ്പിരിക്കൊണ്ടു. അതിതായിരുന്നു, പ്രവാചകൻ 1000 പേരുടെ തല അരിയുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം, നമ്മുടെ നബി 1000 പേരുടെ തല അരിയുന്നുണ്ടെങ്കിൽ അത് കരുണയാണ്. എന്താണ്? അത് കാരുണ്യമാണ്. അവിടെ അവസാനിച്ചിട്ടില്ല, ബാക്കിയുടെ ഉണ്ട്. അപ്പൊ അത് വിവാദമായി, പുകിലായി. തലരിയല് കാരുണ്യാണോ? ആണെന്നാണ് പറയുന്നത്. റിപ്പർ ചന്ദ്രൻ ഒരുപാട് ആളെ തലക്കടിച്ചു കൊല്ലും. അപ്പോ റിപ്പർ ചന്ദ്രനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഉദാഹരണമാണേ. ആ റിപ്പർ ചന്ദ്രനെ കൊല്ലൽ കരുണയാണ് എന്നൊന്ന് എല്ലാരും പറഞ്ഞു നോക്കിയേ. ആണോ? റിപ്പർ ചന്ദ്രനെ കൊല്ലൽ കരുണയാണോ? ആണ്. ആരോടുള്ള കാരുണ്യം? ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടുള്ള കരുണ. കാരണം അയാൾ കാരുണ്യത്തിനെതിരാണ്. അയാൾ ആളുകളെ കൊല്ലുന്ന ആളാണ്. അയാളെ കൊല്ലുക വഴി സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഏർപ്പെടുത്തൽ ഒരു ഭരണാധികാരിയുടെ ബാധ്യതയാണ്, കരുണയാണ്. അക്ഷരങ്ങൾ വെട്ടിമുറിച്ച് സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റുധാരണ പ്രചരിപ്പിക്കുന്ന ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രവാചകൻ ഒരു നേതാവെന്ന നിലയിൽ, ഒരു ദൂതൻ എന്ന നിലയിൽ, ഒരു ഭർത്താവെന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ, അന്യമത സമൂഹത്തിന്റെ കൂടെ ജീവിച്ച വ്യക്തി എന്ന നിലയിൽ പ്രവാചകൻ ആരാ? ഒറ്റ ഉത്തരം, കരുണയാണ്, കാരുണ്യമാണ് ആ ദൂതൻ. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം നോട്ട് ചെയ്തോളൂ. നഷ്ടമാവില്ല, ഇവിടെ നടക്കുന്ന ഒന്നും നഷ്ടമാവില്ല. 21-ാം അധ്യായം 107-ാമത്തെ വചനം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. താങ്കളെ അയച്ചിട്ടില്ല ലോകർക്ക് മുഴുവനും കരുണ. ലോകർക്ക് മുഴുവനും കരുണ. മനുഷ്യരോട് മാത്രമല്ല. ഇമാം ബുഖാരിയിൽ കോഴിയെ ശകാരിക്കുന്നുണ്ടൊരു ബാബുണ്ട്. പ്രവാചകൻ സ്ത്രീകളോട് പറയാണ്, പണ്ടാരടങ്ങാൻ എന്തൊരു കോഴിയാണിത്, പറയാൻ പാടില്ല. കോഴിയോട് കരുണ, നായയോട് കരുണ, പക്ഷിക്കൂട്ടങ്ങളോട് കരുണ, ഉറുമ്പിനോട് കരുണ. ഉറുമ്പിനെ ആരോ തീയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ്വ പ്രവാചകന്റെ ചരിത്രത്തിൽ ഒരു നബിയെ ഉറുമ്പ് കടിച്ചു. നമ്മളൊക്കെ ഉറുമ്പ് കടിക്കാറുണ്ട്. ഒരു നബിയെ ഉറുമ്പ് കടിച്ചു. അപ്പൊ ഒരുപാട് ഉറുമ്പ്, അങ്ങനെയുള്ള ദേഷ്യം പിടിച്ചാല് ആ കാണുന്ന ഉറുമ്പുകളെ മുഴുവനും അങ്ങ് കൊന്നുകളയും. അപ്പൊ അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചു. ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് ചോദിച്ചു, നബിയെ ഉറുമ്പ് കടിച്ചില്ലേ? കടിച്ച ഉറുമ്പിനെ കൊല്ലാം, സാരമില്ല, പക്ഷേ കടിക്കാത്ത ഉറുമ്പിനെ കൊന്നത് ശരിയായില്ല. എല്ലാരും ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോസ്റ്റ് മെർസിഫുൾ ആൻഡ് മോസ്റ്റ് ഗ്രേഷ്യസ്, പരമകാരുണ്യകൻ, അളവറ്റ ദയാപരൻ, ലോകത്തിന്റെ റബ്ബിനെ 114 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് തൗബയിലെ ബിസ്മില്ല. സൂറത്ത് നംലിൽ 27-ാം അധ്യായം 2 സ്ഥലത്ത് ബിസ്മിയുണ്ട്. പരമകാരുണ്യകനായ റബ്ബ് ക്രൂരനായ ഒരു നബിയെ നിയോഗിക്കോ? സഹോദര, പരമകാരുണ്യകനായ റബ്ബ് ക്രൂരനായ നബിയെ നിയോഗിക്കോ? ആവർത്തിച്ചാവർത്തിച്ച് പരമകാരുണ്യകത പറഞ്ഞ ഒരു റബ്ബിന്റെ ദൂതൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കരുണ. നബിയുടെ കരുണ അല്പം ഗൗരവപ്പെട്ട കാരുണ്യമാണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കില്ല. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ജൂതൻ മരിക്കാൻ കിടക്കുകയാണ്.
അയൽവാസി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മനസ്സ് വേദനിക്കുക. എന്താ വേദനിക്കാൻ കാരണം? മുജാഹിദുകളല്ലേ നമ്മള്, ദായിമാരല്ലേ നമ്മള്. അയൽപക്കത്തെ ജൂതൻ മരിക്കാൻ കിടക്കുമ്പോ അസ്വസ്ഥത. എന്താ? ജൂതനാ മരിക്കണേ, അസ്വസ്ഥതയാണ്, സന്തോഷല്ല. ജൂതന്റെ മരണോർത്ത് സന്തോഷിക്കില്ല, രോഗോർത്ത് സന്തോഷിക്കില്ല. അവിടെ ചെന്നു നമ്മുടെ നബി, കാരുണ്യത്തിന്റെ ദൂതൻ, ആ ജൂതന്റെ വീട്ടിൽ ചെന്നു. ഓർക്കണം, വീട്ടിൽ ചെന്നു. മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. ജൂതന്റെ വീട്ടിൽ കയറിയിട്ട് ജൂതൻ നിൽക്കുന്നിടത്ത് അച്ഛൻ തൊട്ടടുത്ത് നിൽക്കുക. കുട്ടിയാണ് മരിക്കാൻ പോണത്. ഈ കുട്ടി ആരാ? മുത്തുനബിക്ക് ഹിദ്മത്തെടുത്ത ആളാണ്, പ്രവാചകന് ഹിദ്മത്തെടുത്ത ആളാ. ആ കുട്ടി മരിച്ചാലോ നരകണ്ട് എന്നറിയാൻ നബിക്ക്. ഫാന്തർത്ത് കുന്നാറം തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകമുണ്ടെന്നറിയാം. സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചന. അല്ലാലം യേച്ചിക്കും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ ഇൻ അൻതും ബില്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. 60 അധ്യായം 8, 9, 10 വചന. നരകണ്ട്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലുന യാ ലൈതനാ അതാനല്ലാഹ് വഅതാന റസൂല റബ്ബനാ ഇന്നനാ സാദത്തനാ വകുബറാഅനാ ഫഅദല്ലുന സബീല. നരകം. ആ നരകത്തിൽ മുഖം കുത്തി വീഴും. ആര്? എല്ലാരും. അള്ളാന്റെ ദീന് ലംഘിച്ച എല്ലാരും. നരകണ്ട്. അതുകൊണ്ട് ജൂതക്കുട്ടിന്റെ അടുത്ത് ചെന്നു. ഓർക്കണം, ബാലുശ്ശേരി മാധവേട്ടന്റെ വീട്ടിലേക്ക് ഇവിടെയുള്ള ഒരു ദായി കയറി ചെല്ല. മരിക്കാൻ കിടക്കുകയാണെന്ന് അറിഞ്ഞു. മാധവേട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരു മുജാഹിദ് ധൈര്യം കാണിച്ചാൽ അയാൾ കാരുണ്യമുള്ള ആളാണ്, അയാൾ തിരുദൂതന്റെ അനുയായിയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 21. അപ്പോ നബി ജൂതക്കുട്ടിനോട് പറയണം, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലേ നരകത്തിലാ. കരുണ. ഒരാളും നമ്മൾ സാധാരണ കിഡ്നി പോയി, നമ്മുടെ സ്കൂൾ ഗ്രൂപ്പ്, എനിക്കൊരു സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ പല ആളുകൾക്കും സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്. എടാ നീ അറിഞ്ഞോ നമ്മുടെ ജയേഷിന് കിഡ്നി വീക്കാണ്. കരുണ. ഓർത്തു 35 കൊല്ലം മുമ്പ് ഒന്നിച്ച് ജീവിച്ച സ്കൂളിന്റെ ബെഞ്ച്, സ്കൂളിന്റെ വരാന്തകൾ, ഓടി നടന്ന മൈതാനം, കളിച്ചു തീർത്ത സ്വപ്നങ്ങൾ എല്ലാം ഓർത്തു. കണ്ണ് നിറഞ്ഞൊഴുകി. കിഡ്നി വേണം, ലക്ഷം വേണം, കൊടുത്തു. ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല. നോക്കരുത്, നോക്കരുത്. ആദമിന്റെ മോന, അള്ളാഹുവിന്റെ അടിമയാ. പക്ഷേ അതിനേക്കാളുപരി കിഡ്നി വില പോകാത്ത, ഹാർട്ട് വില പോകാത്ത, ആരോഗ്യം സ്വീകരിക്കപ്പെടാത്ത പരലോകം. അവിടെ നരകത്ത് പോകരുത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ, നരകത്തിൽ പോകരുത്. അതിന്റെ പേരാ കരുണ. മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. കുറേ പറഞ്ഞു. അപ്പൊ കുട്ടി, അച്ഛൻ ജൂതനാണ്, മോൻ ജൂതനാണ്. കുട്ടി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി, ജൂതനായ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. ആവർത്തിച്ചു നബി, മോനെ ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. മലക്കുൽ മൗത്ത് വരുന്നു. റസൂലിനറിയാം. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. അപ്പൊ ആ കുട്ടി അച്ഛന്റെ മുഖത്തേക്ക്, അച്ഛൻ പറഞ്ഞു അബുൽ ഖാസിം. അബുൽ ഖാസിം, ഖാസിമിന്റെ ഉപ്പ പ്രൊഫറ്റ് മുഹമ്മദ് ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യന സമുന്നിത മഹാമതിദിക്കാത ശിഷ്യശാഖ സമുന്നിതം ലിംഗച്ഛേദ ശിഖാഹീന. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യത് പുരാണത്തിൽ പറഞ്ഞ ആ ദൈവദൂതൻ, പാറാൽ പർവ്വതത്തിൽ ഉദയം ചെയ്യുന്ന ലോകത്തിന്റെ ഗുരു, സ്ത്രീകളുടെ വിമോചകൻ, അനാഥ സംരക്ഷകൻ, പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പിയ ഏഴത്തോയൻ, നമ്മുടെ നബി, നാം അറിയാത്ത നമ്മുടെ നബി, കാരുണ്യത്തിന്റെ തിരുദൂതർ. അപ്പൊ ആ കുട്ടി, അച്ഛൻ പറഞ്ഞു മോനെ ഷാത്ത് കലിമ ചൊല്ലിക്കോന്ന്. ജൂതനാ പറയണേ. ആ കുട്ടി ഷാത്ത് കലിമ ചൊല്ലി. കാരുണ്യത്തിന്റെ തിരുദൂതർ. കണ്ണുകൾ നിറഞ്ഞൊഴുകി. സമൃദ്ധമായ താടിരോമങ്ങളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. ജുബ്ബക്കുപ്പായത്ത് നനച്ച് കണ്ണുനീർത്തുള്ളി ഭൂമിക്ക് ചുംബനം കൊടുത്തു. ഒരൊറ്റ വാചകം, അൽഹംദുലില്ലാഹ് നാഥാ നാഥാ
നരകത്തിന്റെ ഇന്ധനമാകേണ്ട കുട്ടിയെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ നാഥ, ഹിദായത്ത് കൊടുത്ത നാഥ, നിനക്ക് സ്തുതി. അതാ കാരുണ്യം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാണ് കരുണയുള്ളവൻ, തൗഹീദ് പറയുന്നവനാണ് കരുണയുള്ളവൻ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിക്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും, ഇതാ വന്നിരിക്കുന്നു, ഇതാ വന്നിരിക്കുന്നു. ആര്? ധനാഢ്യനാണോ? സുമുഖനാണോ? സൗന്ദര്യക്കാരനാണോ? ഫുട്ബോൾ വല ചലിപ്പിക്കുന്ന മെസ്സിയാണോ വന്നത്? ലഖദ് ജാഅക്കും റസൂലും, റസൂൽ വന്നിരിക്കുന്നു, മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന്. അസീസുൻ അലൈഹി മാ അനിക്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആരാ നേതാവ്? ആരാ നേതാവ്? ആ നേതാവിനെ പറ്റിയാ പറയുന്നത്. ആ നേതാവിന്റെ മനസ്സ് സഹിക്കില്ല. എന്ത് സഹിക്കില്ല? അനുയായികൾ ബുദ്ധിമുട്ടുന്നത്, സഹാബത്ത് ബുദ്ധിമുട്ടുന്നത് റസൂലിന് സഹിക്കില്ല, റസൂലിന് താങ്ങില്ല. അവര് ബുദ്ധിമുട്ടുന്നു പറഞ്ഞ നബിക്കറിയും. അവർക്ക് വേണ്ടി ജീവിച്ച ദൂതൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ദൂതൻ. ഫസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ ഖശിയ. സൂറത്ത് ഖൗഫിലാണ് 18-ാം അധ്യായം 26-ാമത്തെ വചനം. പാവപ്പെട്ടവരുടെ കൂടെ കൽബ് കെട്ടിയിട്ടാള് തിരുദൂതർ. നബീനെ പറ്റി അള്ളാഹ് പിന്നെ പറയുന്നത് അറിയോ? റഹീമാണ്, അങ്ങേയറ്റത്തെ കരുണ. ആരോട്? ഭാര്യനോട്, മക്കളോട്, നാട്ടുകാരോട്. ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോയി. ഇവിടുന്ന് ഞാൻ എന്റെ പള്ളിയുടെ അടുത്ത് പോകേണ്ട ആവശ്യം വന്നു എനിക്ക്. അവിടെ ഖദീജ എന്ന് പറയുന്ന ഒരു ഉമ്മ, അറിയില്ല എനിക്ക് അവരെന്നെ, ഞാൻ വരുന്നത് അവർക്കറിയോ? എനിക്കറിയില്ല. ആ ഖദീജ ഉമ്മന്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പാവം പിടിച്ച ആ സ്ത്രീ എനിക്കൊരു കത്ത് തന്നു. ആ കത്തിൽ അവർക്ക് വീടില്ല, അവരെ കുട്ടിക്ക് രോഗമാണ്, ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിക്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കാരുണ്യം. ഫഅമ്മസായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുത്. അറിയോ നിങ്ങൾക്ക്? ഗേറ്റ് കടന്ന് തള്ളി തുറന്ന് വരുന്നവൻ ആട്ടി ഓടിക്കുന്ന സെലഫികളെ നിങ്ങൾക്കറിയുമോ? ആ ദൂതനെ, ദൂതന്റെ വീട്ടിൽ സഹായം ചോദിച്ചൊരു സാധു മനുഷ്യൻ. നബി ആരാ? ബാപ്പാനെ കണ്ടിട്ടില്ല. 6 കൊല്ലം ജീവിച്ച ഉമ്മാന്റെ മടിത്തട്ടിൽ വാത്സല്യം നുകരാൻ സൗഭാഗ്യം ലഭിക്കാതെ പോയ ആ പ്രവാചകൻ. ഓമനാ മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. ഇല്ല, ഓത്തുപള്ളിയിൽ പഠിച്ചില്ലെങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോദിയില്ല. ആ ദൂതൻ ഉമ്മാനെ 6 കൊല്ലം, ഉമ്മ മരിച്ചിട്ട് ഖബറിന്റെ അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ തിരുദൂതനെ ലോകം കാണുന്നുണ്ട്. ആ കണ്ണീര് മണൽ തിട്ടയിൽ തട്ടി തിരിച്ചു പ്രതിധ്വനിച്ചപ്പോ ജന്മം നൽകിയ മാതാവിനെ കുറിച്ചോർത്ത് കരഞ്ഞ മുഹമ്മദിനെ ലോകം കണ്ടിട്ടുണ്ട്. വാത്സല്യനിധിയായ പ്രവാചകനെ ലോകം കണ്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമ നടന്നുകൊണ്ടിരിക്കവേ ദരിദ്രനായ മനുഷ്യൻ കേറി വന്നപ്പോ ഖുത്ബയിൽ അങ്ങ് പറഞ്ഞു, പാവപ്പെട്ടവന് ഇന്ന് വസ്ത്രം വേണം. ഉഹദ് മലയോളം മദീനത്തെ പള്ളിയിൽ ഡ്രസ് കൂടി. അലിവായിരുന്നു, അനുകമ്പയായിരുന്നു, കാരുണ്യമായിരുന്നു. കരുണാവാൻ നബി, മണിമുക്തി രത്നമോ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ മഹചരിതമാലയിൽ പറഞ്ഞ കരുണാവാൻ നബി, മണിമുക്തി രത്നമോ, അതായിരുന്നു നമ്മുടെ ദൂതൻ. ആശ്വാസത്തിന്റെ തെളിനീരായിരുന്നു, ആശ്രയത്വത്തിന്റെ പാതയെ ഒരുക്കിയ വിശ്വാചാര്യനായിരുന്നു. വൈദൽ മൗദത്ത് സുയിലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്ത്. സുബൈ നിസ്കാരം കഴിഞ്ഞ് ദൂതനെ നമ്മുടെ പള്ളിയിൽ നിന്ന് സങ്കല്പിച്ചേ, ഈ പള്ളിയിൽ നിന്ന് സങ്കല്പിച്ചേ. സുബൈ ജമാഅത്ത് കഴിഞ്ഞ് പ്രവാചകൻ തിരിഞ്ഞിരിക്കും സ്വഹാബത്തിന് നേരെ, ഫേസ് ടു ഫേസ്. റസൂൽ ജാഹിലിയത്തിന്റെ കഥ ചോദിക്കും അനുയായികളോട്. റസൂൽ ഇന്ന് ആർക്കെങ്കിലും ഒരു കഥ പറയാനുണ്ടോ? എല്ലാരും കേട്ടോളിട്ടോ. നമ്മുടെ നബി ആരാ? നബി ചോദിക്കാൻ ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരാള് പറഞ്ഞു. പറയുമ്പോൾ തന്നെ അയാൾക്ക് കരച്ചിൽ വന്നു. നബിയേ, എനിക്കൊരു മോളുണ്ടായിരുന്നു, സുന്ദരി കുട്ടി. അറബ് ജനത പെൺകുട്ടികളെ പോറ്റിയിരുന്നില്ല പലരും. ആരും അറിയാതെ ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തി. എന്റെ മോള് പിച്ച വെച്ച് നടന്നു, എന്റെ മോള് പിച്ച വെച്ച് നടന്നു. എന്റെ മോളെ കൈ പിടിച്ചു, അവളെ മുടി ഞാൻ ചീകി കൊടുത്തു. മാറി മാറി വരുന്ന കാലത്തിന്റെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ എന്റെ കുഞ്ഞിന് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. ദൂതരെ,
അറബികൾ മണത്തറിഞ്ഞു ഞാൻ കുട്ടിനെ പോറ്റുണ്ട്, പെണ്ണിനെ പോറ്റുന്നുണ്ട് എന്ന്. അപ്പൊ അവരെന്നെ കളിയാക്കി. ജാഹിലിയത്തിന്റെ മൂട്ടുപട്ടങ്ങൾ പൊട്ടിച്ചെറിയാൻ എനിക്കെന്ന് കഴിഞ്ഞില്ല. ഞാൻ എന്റെ മോളെ കൊല്ലാൻ തീരുമാനിച്ചു. ഉമ്മമാരെ, ഭർത്താക്കന്മാരെ, ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടിയെ കൊല്ലുന്നവരെ, ഖത്ലുൻ നഫ്സിന്റെ ഗൗരവം, കുട്ടികളെ കൊല്ലുന്നതിന്റെ ഗൗരവം. ഖുർആനിന്റെ 6-ാം അധ്യായം 151-ാമത്തെ വചനം. പാവപ്പെട്ട കുട്ടികളെ കൊല്ലരുത്. ദാരിദ്ര്യഭയത്താൽ മിൻ ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാഹും. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് റബ്ബാ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ. നിങ്ങൾക്കുള്ള ഉപജീവനമൊക്കെ അല്ലാഹ് തന്നിട്ടുണ്ട്, ബേജാറാണ്ട. ആ 100 കണക്കിന് കുട്ടികളുള്ളവർ ജീവിച്ചിട്ടുണ്ട് ഭൂമുഖത്ത്. ഒരു മനുഷ്യന് 140 കുട്ടി അത് ജീവിച്ചിട്ടുണ്ടെന്ന് ലോകത്ത്. കുറെ ഭാര്യമാര്, കുറെ കുട്ടികള് അവരിവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ പറയാണ് ഞാൻ എന്റെ കുട്ടീനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ തീരുമാനിച്ചപ്പോ ഭാര്യനോട് എന്ത് പറയും? ഇവിടെ ഇരുന്നിട്ട് ഭാര്യയും ഭർത്താവും നീ ചിന്തിക്ക്. പച്ച ജീവിതത്തെ കുറിച്ചാ പറയുന്നത്, അഭ്രപാളികളിലെ സിനിമയെ കുറിച്ചല്ല. കൊല്ല ചെയ്യപ്പെട്ടതിന് ശേഷം 100 തവണ പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചല്ല. അല്ല, ഭാര്യനോട് പറഞ്ഞു എടി ഞാനും മോളും ഒന്ന് പുറത്തു പോവുക. രംഗൊന്ന് ആലോചിക്കണേ, പല സംഭവങ്ങളും വെച്ചിട്ട് ചിന്തിക്കണേ. ഞാനും എന്റെ മോളൊന്ന് പുറത്തു പോവുക. നിങ്ങൾ ആലോചിക്കണേ, ഞാനിങ്ങനെ ആലോചിക്കണം. നമ്മുടെ മോന്, നമ്മുടെ കുഞ്ഞുകുട്ടി ബാപ്പാന്റെ കൂടെ ചാടി പുറപ്പെടുക. എടി ഈ കുട്ടീനൊന്ന് കുളിപ്പിക്ക്, നല്ലൊരു ഡ്രസ് ഇടിക്ക്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ മോള് ഒളി നമ്മളെ കൂടെ പോരുക. കൊണ്ടുപോവുകയാണ് ഒരു കുന്നിൻ ചരിവിലേക്ക്. എങ്ങോട്ടാ? കുന്നിൻ ചരിവിലേക്ക്. പാവം ചെറിയ കുട്ടിയെ അറിയില്ല. മമ്മട്ടി ഉണ്ടായിരുന്നു ഉപ്പയുടെ കയ്യില്, കൈക്കോട്ട്, പടന്ന, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും. മണ്ണ് വെട്ടുമ്പോ, കൈക്കോട്ട് കൊണ്ട് മണ്ണ് വെട്ടുമ്പോ ആ മണ്ണ് ബാപ്പാന്റെ താടിയിലേക്ക് വീണു. പിച്ച വെച്ച് നടന്ന കുഞ്ഞ് എന്ന് ഉപ്പാന്റെ താടി വന്ന് കണ്ണുനീരൊപ്പിക്കൊടുത്തു. വീണ്ടും ആ മനുഷ്യൻ കുഴി കുഴിച്ചു. വീണ്ടും ഉപ്പാന്റെ താടിയിലും മുടിയിലും മണ്ണായി. നിഷ്കളങ്കമായ കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. ജനിച്ചപ്പോ പരിശുദ്ധത പ്രാപിച്ച കുഞ്ഞ്. ആ കുഞ്ഞിനറിയില്ല എന്നെ കൊല്ലാനാണ്, എന്നെ നശിപ്പിക്കാനാണ്, എന്നേക്കുമായി എന്നെ കബറടക്കാനാണ് എന്ന് ആ പൈതൽ അറിഞ്ഞില്ല. കുഴി പൂർത്തിയായി. ബാപ്പ പിന്നെ മുഖത്തേക്ക് നോക്കിയില്ല, കഴിയില്ല. മോളെ പിടിച്ചെടുത്തു, കുഴിയിലേക്ക് എറിഞ്ഞു. കുഴിയിൽ കിടന്ന് ഉപ്പാ പാപ്പി എന്നാ കുഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു. ആ കുഞ്ഞിന്റെ വായിലേക്ക് മണ്ണ് വാരിയിട്ടു ഈ മനുഷ്യൻ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനക്തും. നബിയുടെ കണ്ണുകൾ ചാലിട്ടൊഴുകി. നബിയേ, എന്റെ മോളെ കരച്ചിൽ ഇപ്പോഴും ഇവിടെയുണ്ട്. എന്റെ പെണ്ണിന്റെ കരച്ചിൽ എന്റെ കാതിലുണ്ട്. അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞു. നബിയുടെ ഹൃദയം വിതമ്പി. ആദർശത്തിന്റെ ശക്തിമത്തായ ചിന്ത കൊണ്ട് ജിബ്രീൽ വന്നു. 81-ാം അധ്യായം. അത്ഭുതത്തിന്റെ പേരാ ഖുർആൻ. മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ. അത്ഭുതത്തിന്റെ പേരാ ഖുർആൻ. വൈദൽ മഊദത്ത് സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ആയത്തിറങ്ങി. സ്വഹാബി വിവരിക്കുന്നു, നബി കരയുന്നു, ആയത്തിറങ്ങണു. മക്കളെ, കുട്ടികളെ, നിങ്ങളറിയോ, നബി പറയാണ് അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഒരാൾക്ക് 2-3 പെൺകുട്ടി ഉണ്ടായി. 2-3 പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടിയെ നല്ല നിലക്ക് പോറ്റി. ആ പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. മുഹമ്മദ് നബിയുടെ വചനസാഗരത്തിലെ അത്ഭുതാവഹമായ നീതിബോധമുള്ള വചനമാണ്. എന്നിട്ട് ആ കുട്ടിനെ കെട്ടിച്ചയച്ചു. നല്ല ഭർത്താവിനെ തെരഞ്ഞെടുത്തു ബാപ്പ. സ്നേഹമുള്ള ഭർത്താവിനെ തെരഞ്ഞെടുത്തു ബാപ്പ. ബാപ്പ എന്നതൊരു വികാരമല്ല മനുഷ്യരെ, ബാപ്പ എന്നതൊരു ദൗത്യമാണ് കേട്ടോ. ബാപ്പ എന്നതൊരു ചിന്തയാണ്. ബാപ്പ എന്നത് തലമുറകളെ നിലനിർത്താനുള്ള അത്ഭുത ബീജത്തിന്റെ പേരാണ്. അറിയണം. ആ കുഞ്ഞിനെ അങ്ങനെ 3 പേരെ പോറ്റിയാൽ ആ ഹദീസിന്റെ ബാക്കി പലരും പറയാറില്ല. ഒരാൾക്ക് 3 പെങ്ങളുണ്ടായി. ഒരാൾക്ക് 3 പെങ്ങളുണ്ടായി. ആ പെങ്ങന്മാരെ സംരക്ഷിച്ചാലും അയാൾക്ക് സ്വർഗണ്ട്. ആരായി ദൂതൻ? 14 അനാഥ മക്കളെ തന്റേതല്ലാത്ത
ഏതോ പുരുഷന്മാർക്ക് ജനിച്ച ആ പുരുഷന്മാരുടെ ബീജത്തിൽ പറഞ്ഞ 14 അനാഥ മക്കളെ കല്യാണം കഴിച്ച സ്ത്രീകളുടെ കൂടെ, നബിയുടെ ഭാര്യമാരുടെ കൂടെ വന്ന 14 മക്കളെ, തന്റേതല്ലാത്ത 14 മക്കളെ സംരക്ഷിച്ച ദൈവദൂതൻ ആരാ മതനിഷേധി? എന്തതിനർത്ഥം? തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ, പലസ്തീനിന്റെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ, ലത്തൂരിലെ ഭൂകമ്പത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട മുർത്തസാലിയെ സ്വീകരിച്ചു. അനാഥ കുട്ടിയെ സ്വീകരിച്ചു, ഉള്ളംകൈയിലെടുത്തു, സ്നേഹിച്ചു, താരാട്ടുപാടി. ആ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞു. കാരുണ്യമാണ് മതം. അനാഥ മക്കളെ സംരക്ഷിക്കൽ കാരുണ്യമാണ്. 2 മക്കളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്തവരെ എങ്ങനെയുണ്ട് സ്വർഗം? എവിടെയാ സ്വർഗം? എങ്ങനെ പ്രവേശിക്കും ആ സ്വർഗത്തിൽ? തീർന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സഹിച്ചില്ല. സ്വഹാബിമാര് നോമ്പിലാണ്, ചുട്ടുപൊള്ളുന്ന ചൂട്. എല്ലാരും ഓർക്കണം, അതെന്താ? അദ്ദീനു യുസ്റുൻ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹുവിന്റെ മതം പ്രയാസല്ല, നോമ്പാണ്. നബിക്കുണ്ട്, സ്വഹാബത്തിനുണ്ട്. നല്ല ചൂടാ, മരുഭൂമിയിലൂടെ യാത്രയാ. നബിക്ക് തന്നെ സഹിക്കാൻ പറ്റണില്ല. ഓർക്കണം, ഉമ്മമാർ ഓർക്കണം, ഭാരം ചുമക്കരുത് മക്കൾക്ക്. വെറുതെ ശല്യപ്പെടുത്ത മക്കളെ എന്നിട്ട് ശപിക്കുക, തള്ള തന്താന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉയരത്ത് കയറി നിന്നു. ഓർക്കണം, ഒരു ഉയരത്ത് കയറി നിന്നു. നോമ്പാണ് കേട്ടോ നമ്മുടെ ദൂതന്, കാരുണ്യത്തിന്റെ ദൂതന് നോമ്പാ. അദ്ദേഹം നോമ്പ് മുറിച്ചു. എങ്ങനെ മുറിച്ചു? എങ്ങനെ മുറിച്ചു? എങ്ങനെ മുറിച്ചു? ശക്തമായ നോമ്പ് നോറ്റ്, ശക്തമായ വെയില്. നബിക്കറിയാം സ്വഹാബത്തിന് സഹിക്കുന്നില്ലെന്ന് നബിക്കറിയാം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി ഉയരത്ത് നിന്ന് നോമ്പ് മുറിച്ചു. അപ്പൊ കുറെ ആള് നോമ്പ് മുറിച്ചു, കുറച്ചാള് നോമ്പ് മുറിച്ചില്ല. അങ്ങനെയാ, നമ്മൾ അങ്ങനെയാ, ഉസ്വാസ. അപ്പൊ നബി എന്താ പറയുന്നത്? മാഷാ അല്ലാഹ്, മുത്തക്കികൾ എന്നാണോ? ഉലൈക ഹുമുൽ ഉസാദ്, അവർ ധിക്കാരികളാണ്. അല്ലാഹ് തന്ന ഇളവ് കാരുണ്യമാണ്. യാത്രക്കാരന് കസ്റ് കാരുണ്യമാണ്. ഫജാഹിദു ബില്ലാഹി ഹഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ്. സൂറത്ത് ഹജ്ജിലെ 78. ദീന് പ്രയാസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല, നിസ്കരിക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് യമനിലെ ഗവർണറാ. അവ്വലു മാ തദഊം ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുആദ്. അവ്വലു മാ തദഊം ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുആദ്. മുആദേ, അവിടെ ക്രിസ്ത്യാനികളാ, അവളെ തൗഹീദിലേക്ക് ക്ഷണിക്കണം കേട്ടോ. അതാ കാരുണ്യം. സൂറത്ത് കഹ്ഫ് വെള്ളിയാഴ്ച ഓതിയില്ലേ? ഓതിയിട്ടേ ഉള്ളൂ, ഹഖത്തിലാവത്ത് നിർത്തിയിട്ടില്ല. ഹഖത്തിലാവത്ത് നിർത്തിയിട്ടില്ല. അതിലെന്താ പറയുന്നത്? ജോർജിനോട്, സാറാമ്മയോട്, ടീച്ചർമാരുണ്ട് ഈ സദസ്സില്, ക്രിസ്തീയ ടീച്ചർമാരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരോട് തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ വിശ്വാസം ശരിയല്ല, അതാ കാരുണ്യം. അല്ലാഹ് പറയണത്. എന്നിട്ട് തൊട്ടുതായ ആയത്തെന്താ? ആ ക്രിസ്ത്യാനി തൗഹീദ് സ്വീകരിക്കാത്തതിന്റെ പേരിൽ, ആ ജൂതൻ തൗഹീദ് സ്വീകരിക്കാത്തതിന്റെ പേരിൽ, ബൗദ്ധൈവ വിശ്വാസികൾ തൗഹീദ് സ്വീകരിക്കാത്തതിന്റെ പേരിൽ കാരുണ്യത്തിന്റെ ദൂതനെ പറ്റി അല്ലാഹ് പറയാ, ഫലഅലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ല യുഗ്മിനു ബിഹാദൽ ഹദീസ് യാ സഫാ. പറഞ്ഞിട്ട് ഞാന് എന്റെ സിറാജിനെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, അവന്റെയും എന്റെയും കൂട്ടുകാരൻ അജീഷ് രോഗമായിരുന്നു, മരിച്ചു. മരിച്ചപ്പോ ഞാൻ പറഞ്ഞു, മോനെ അജീഷ് മരിച്ചു, നാളെ അള്ളാന്റെ കോടതിയിൽ നമ്മളെ പറ്റിയും പരാതി പറയോ? അവന്റെ സിറാജ് പറഞ്ഞു, ഇല്ലക്ക, നമ്മൾ അവനോട് തൗഹീദ് പറഞ്ഞ പോലെ ഒരാളും പറഞ്ഞിട്ടില്ല. നമ്മളെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം മരിക്കുമ്പോ ഈ വേദനല്ലേ നമുക്ക്, ഈ ദുഃഖമില്ല, കരുണല്ല. ഒരു നരകത്ത് പോയിക്കോട്ടെ, അവർ തീക്കുണ്ടിലേക്ക് വീണാൽ നമ്മൾ പോയി കാണും. എടാ, മാധവി ചേച്ചിക്ക് പൊള്ളലേറ്റ് പോയി കാണുകയാണ്. നരകത്തിലേക്ക് പോകുമ്പോൾ
നമ്മുടെ അമ്മായി, മുത്താപ്പ, എളാപ്പ ശിർക്ക് ചെയ്ത് മൊയ്തീൻ ഷൈനെ വിളിച്ച്, ഉള്ളാളം തങ്ങളെ വിളിച്ച്, സി എം അടവൂരിനെ വിളിച്ച് നരകത്തിൽ പോകുമ്പോൾ പൊയ്ക്കോട്ടെ നരകത്തിൽ. അതല്ല കാരുണ്യം, അതല്ല കാരുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹർ പോലെ കിടക്കേണ്ട ഒരു വിഷയമാണ് ഏറ്റവും പരിമിതമായ സമയത്ത് ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ പോകാൻ ഒരുപാട് കൊതിയുണ്ടെങ്കിലും സമയമില്ല. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും, അല്ലാഹു പറയാണ് 3-ാം അധ്യായം 159. ഉഹ്ദ് യുദ്ധം. ഉഹ്ദ് യുദ്ധം. ആ ഉഹ്ദ് യുദ്ധത്തില് നബി പറഞ്ഞു മലമുകളിൽ നിൽക്കാൻ നേതാക്കന്മാരോട്, അനുയായികളോട്, സ്വഹാബത്തിനോട് മലമുകളിൽ നിൽക്കാൻ. അപ്പോ ഒരു കാരണവശാലും ഇറങ്ങിപ്പോരരുതെന്നും പറഞ്ഞു. അവരിറങ്ങിപ്പോന്നു. ഉഹ്ദ് യുദ്ധം പരാജയപ്പെട്ടു. ഹംസ റളിയല്ലാഹു കൊല്ലപ്പെട്ടു, ഹംദല റളിയല്ലാഹു കൊല്ലപ്പെട്ടു, അംർ ഇബ്നു ജമൂ കൊല്ലപ്പെട്ടു, ബിസ്ബർ റളിയല്ലാഹു കൊല്ലപ്പെട്ടു, ജയഷ് റളിയല്ലാഹു കൊല്ലപ്പെട്ടു, 70 സ്വഹാബികൾ കൊല്ലപ്പെട്ടു. ശരിക്കും നേതാക്കൾ, അമാനുമലയുടെ പരിഭാഷ ഞാൻ ഇന്ന് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മനോലി പറയാണ്, ഇന്ന് ജീവിക്കുന്ന സകല നേതാക്കന്മാർക്കും നബിയുടെ കാരുണ്യത്തിൽ പിന്നെ പാഠമുണ്ട്. എന്താ പാഠം? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബിയോട് എന്താ അല്ലാഹു പറയണ അറിയോ? അനുസരണക്കേട് കാണിച്ചു, 70 സ്വഹാബിമാര് കൊല്ലപ്പെട്ടു, നബിയുടെ പല്ല് പോയി. അനുയായികൾ ഇത്രയും വലിയ അനുസരണക്കേട് കാണിച്ചിട്ടും അല്ലാഹു എന്താ പറയണ അറിയോ? അള്ളാന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നീ അവരോട് കരുണ കാണിച്ചു, പരുഷ സ്വഭാവിയായില്ല, കഠിന ഹൃദയനായില്ല. അവരെ മീറ്റിംഗിൽ എഴുതിയിരുത്തണം. ധിക്കാരിയാന്ന് പറഞ്ഞ് തള്ളിവിടരുത്. തള്ളിവിട്ടവൻ പിശാചിന്റെ കയ്യിൽ പോവും. അതിന് നമ്മൾ കാരണമാകരുത്. ഖുർആനാണ്, നബിയുടെ കരുണയാണ്. തായിഫ് പോയി 10 ദിവസം നബി അവർ കല്ലെറിഞ്ഞു. അവസാനം ഒരു മരത്തിന്റെ ചൂട്ടിൽ ഇങ്ങനെ ഇരിക്കുക, കാലിൽ മുഴുവനും ബ്ലഡാ, രക്തമൊഴുകുകയാണ്. കല്ലെറിഞ്ഞിട്ട് കാല് പൊട്ടിയിട്ട് മലക്ക് വന്നിട്ട് ചോദിച്ചു, ജിബ്രീൽ ചോദിച്ചു, ഇവരെ നശിപ്പിക്കാൻ അള്ളാഹു താങ്കളുടെ അനുവാദം ചോദിക്കണം, താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ശരിക്കും ചിന്തിക്കണം. 10 ദിവസം കല്ലെറിഞ്ഞ ഒരു ദൂതൻ. നമ്മൾ ഷൂ ഒക്കെ ധരിക്കണ പോലെയാണ്. രക്തം കാലിലിങ്ങനെ, മണലും കാലിൽ രക്തവും കൂടെ. നബി ഇങ്ങനെ രക്തത്തിൽ കുളിക്കുകയാണ്. നബിയുടെ മുഖത്ത് ബ്ലഡ് ഉണ്ട്, അങ്ങനെ തുടക്കുകയാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറയാണ്, വേണ്ട, ആക്രമിക്കണ്ട, ഒന്നും വേണ്ട. അല്ലാഹു മുഗ്ഫിറുൽ ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, ഒരറിവില്ലാത്തവരാണ്, ഇവർക്ക് പുറത്തു കൊടുക്കണം. ആരാ നമ്മുടെ ദൂതൻ? ശൈബ് അബി ത്വാലിബ് മല 3 വർഷം ഗരാവോ ചെയ്തു നബിയെയും അനുയായികളെയും. ആട് കാഷ്ടിക്കുന്ന പോലെ നബി കാഷ്ടിച്ചു. പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞു. അത് കേട്ട് ഖുറൈശികൾ പൈശാചികമായി ചിരിച്ചു. ശൈബ് അബി ത്വാലിബ് മലയിൽ നബിയെ 3 വർഷം ഈ ആളുകൾ, ഈ ശത്രുക്കൾ പിന്നീട് പട്ടിണി കിടക്കുന്നു എന്ന് റസൂൽ അറിഞ്ഞു. പിന്നീട് പട്ടിണി കിടക്കുന്നു. അവർ റസൂൽ പറഞ്ഞു, അവർക്ക് ഭക്ഷണം എത്തിക്കണം. നബിയെ കല്ലെറിഞ്ഞ, നബിയെ ഗരാവോ ചെയ്ത മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കണം. അപ്പൊ അവർ ചോദിച്ചു, നബിയെ, അവരെ നമ്മളെ പീഡിപ്പിച്ചവരല്ലേ? അപ്പൊ നബി പറയണം, അതെ, അവരെന്റെ കുടുംബക്കാരാണ്, എന്റെ അഖിലുകാരാണ്, എന്റെ നാട്ടുകാരാണ്, പ്രതികാരം ചെയ്യേണ്ടവരല്ല നമ്മൾ. വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, തിന്മയും നന്മയും സമാവൂല. തീർന്നില്ല, നബി എല്ലാം എത്തിച്ചു കൊടുത്തു, ആക്രമികൾക്ക് എത്തിച്ചു. നബിയുടെ മകളെ ഒട്ടകപ്പുറത്തുനിന്ന് പിടിച്ചു വലിച്ച് പുറത്തിട്ടു. നബിയുടെ മകൾ പാറപ്പുറത്ത് വീണ് ഗർഭലസിപ്പോയി. അമ്മനുഷ്യന് നബി മാപ്പ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു നബിന്റെ ബിലാൽ റളിയല്ലാഹുവിന്റെ കൂടെ ജാബിർ റളിയല്ലാഹു, ഞാൻ പറയുന്ന പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഉപകാരപ്പെടും. നബി ചോദിച്ചു, ജാബിറെ, എന്താണ് മുഖത്തൊരു ദുഃഖം? നമ്മളിങ്ങനെ അറിയാം, ദുഃഖം ഉണ്ട് എന്ന് തോന്നിയാൽ പെട്ടെന്ന് വിടും, കാരണം അവന്റെ ദുഃഖം കേട്ടാൽ സഹായിക്കേണ്ടി വരും. നബിയാണ്, ജാബിർ എന്താ പ്രശ്നം? അപ്പൊ ജാബിർ റളിയല്ലാഹു പറയാണ്, നബിയെ, 9 പെങ്ങന്മാരുണ്ട്, എൻ്റെ ഉപ്പ മരിച്ചു, ഉഹുദിൽ എൻ്റെ ഉപ്പ മരിച്ചു. 9 പെങ്ങന്മാരെ എനിക്ക് തന്നു. ഞാൻ കടബാധ്യതയിലാണ്, ഞാനൊരു വിധവനെ കല്യാണം കഴിച്ചു, കടബാധ്യത ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഒട്ടകത്തെ വിൽക്കുന്നോ? ജാബിറെ, നിന്റെ കയ്യിലുള്ള ഈ ഒട്ടകത്തെ വിൽക്കുന്നോ? അപ്പൊ അദ്ദേഹം ദാരിദ്ര്യം കൊണ്ട് തയ്യാറായി. അപ്പൊ നബി ചോദിച്ചു, 1 ദിർഹം, 2 ദിർഹം, 3, 4, 5, 10. പറ്റില്ല എന്ന് ജാബിർ പറഞ്ഞു. 11, 12, 20, 30, 40 വരെ എത്തിയപ്പോ ജാബിർ റളിയല്ലാഹു പറഞ്ഞു, മദീ. അപ്പൊ അള്ളാന്റെ റസൂൽ പറയാണ്, ഞാനിങ്ങനെ ഒന്നും തുടങ്ങിയത് നിനക്ക് എത്ര കട ഉണ്ട് എന്ന് അറിയാനാണ്, അല്ലാതെ നിന്റെ ഒട്ടകത്തെ വെറുതെ പിടിച്ചെടുക്കാനല്ല. അങ്ങനെ ഉണ്ട് നമ്മളെ ചില കച്ചവടക്കാര്, സ്വന്തമാണ്, ഒരേ ഗ്രൂപ്പിലുള്ള, എന്നാൽ പറ്റിക്കുക, ചതിക്കുക. ഒട്ടകത്തെ നബി വാങ്ങി. ബിലാൽ റളിയല്ലാഹുവിനോട്, ബിലാൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ, ബിലാൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ബിലാലെ, ആ 40 ദിർഹം കൊടുക്കണം.
അള്ളാഹുവിന്റെ റസൂല് പിന്നെ പറയുന്നത് എന്തറിയോ? ബിലാലെ, ആ ഒട്ടകത്തെ എനിക്ക് വേണ്ടിയിട്ടല്ല ബിലാലെ, ജാബിർ രക്ഷപ്പെടണം, ഒട്ടകത്തെ തിരിച്ചു കൊടുത്തേക്ക്. 40 ദിർഹം കൊടുത്തു, കടവും തീർത്തു, ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു. ഇനി പറ, മുജാഹിദുകളല്ലേ ഇരിക്കണത്, എത്ര ആളെ സഹായിക്കാറുണ്ട്? വാത്തിദിൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബ്നുസ് സബീൽ വലാ തുബദ്ദിറു തബ്ദീറ. മൂത്താപ്പ, എളാപ്പ, അമ്മായി, അല്ലാഹ് പറയാണ് ഖുർആനിൽ, കൊടുക്കണം സമ്പത്ത്, കാരുണ്യം. ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷ ബീവി, ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു നബിക്ക്. ഒരു പാത്രത്തിൽ അപ്പുറത്തെ ഭാര്യ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു. സൈക്കുല മറ്റേ പെണ്ണിന്, സ്വർഗത്ത് പോകുന്ന സ്ത്രീകളാ, എന്നാലും സൈക്കുല. അങ്ങനെ പെണ്ണിന് അല്ലാഹു അങ്ങനെ പടച്ച്. അപ്പൊ എന്ത് ചെയ്തു? ഒറ്റ തട്ട് വെച്ചു. വേറൊരു ഭാര്യ നബിക്ക് പായസം ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് കൊടുത്തയക്കുക, ഒറ്റ തട്ട് വെച്ചു. വേണമെങ്കിൽ നബിക്ക് ഒറ്റ അടി ആയിഷാ ബീവിനെ അടിക്കുക. നബി ഒന്നും മിണ്ടിയില്ല. കിച്ചണിൽ ചെന്നു, കാലിന്റെ മുട്ട് കുത്തിവെച്ചൊരു പാത്രം എടുത്തുകൊണ്ട് വന്നു. ആ പാത്രത്തിൽ പായസം ഇങ്ങനെ വാരി വെച്ചു. നബിയുടെ കിടക്കയിൽ, ബെഡിൽ, നബിയുടെ കട്ടിലിൽ ചെന്നിരുന്നു. ആയിഷാ ബീവി ഓടി വന്ന് നബിയുടെ നിലത്തിരുന്ന് 2 കൈമുട്ടിലും കൈവെച്ച് പറഞ്ഞു, മാപ്പാക്കണം. ആയിഷാ ബീവിയുടെ തലമുടിയിലൂടെ കൈ ഇങ്ങനെ തടവിക്കൊണ്ട് റസൂൽ പറഞ്ഞു, ആയിഷ, ഞാനല്ലാതെ ആരാ നിനക്ക് മാപ്പാക്കാൻ? പക്ഷികളുടെ കാര്യത്തിൽ കാരുണ്യം. നബി ഒരു പക്ഷിനെ പിടിച്ച് റസൂലുള്ളാഹി കൊടുത്തു. ഒരു പക്ഷിനെ പിടിച്ചു കൊടുത്തപ്പോൾ റസൂൽ ചോദിച്ചു, ആരാ ഈ പക്ഷിനെ? അതിന്റെ തള്ള കരയും, ഇവിടെ കൊണ്ടുപോയി വെക്കി, എനിക്ക് അതാണ് സന്തോഷം. ആ തള്ളപ്പക്ഷി. നായിനെ വെള്ളം കൊടുത്ത് സ്വർഗത്ത് പോയി, നബി പഠിപ്പിക്കാൻ. പൂച്ചയെ കെട്ടിയിട്ടു, നരകത്ത് പോയി. കരുണയാണ് എല്ലാവരോടും. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊരു മരമുണ്ട്, അയൽവാസിയായ മുസ്ലിമിന് ആ മരം തടസ്സാണെങ്കിൽ അത് മുറിച്ചു കൊടുക്കൽ കരുണയാണ്. മക്കളോട് ബാപ്പാക്കുള്ള കരുണ, ബാപ്പയോട് മക്കൾക്കുള്ള കരുണ. ഞാൻ ഈ മക്കളോട് പറയാം, എവിടെ ഇരിക്കുന്നേ, ഉമ്മമാരെ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുന്ന പെൺകുട്ടികൾ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ഉമ്മമാരെ ഉപദ്രവിക്കുന്നത് പെൺകുട്ടികളാണ്. അനുസരണമില്ലാത്ത, ധിക്കാരമുള്ള, ഒരു ചോറ് വിളമ്പിച്ചിട്ട് തിന്നാൻ പോലും സന്മനസ്സില്ലാത്ത. നിങ്ങൾ മിണ്ടാണ്ട് തിരിഞ്ഞോളി, ഞാൻ പിന്നെ തിന്നോളാം. എന്നിട്ട് ആ തിന്ന പ്ലേറ്റ് അവിടെ ഇട്ടിട്ട് തിരിച്ചു പോകുന്ന കാരുണ്യമില്ലാത്ത പെണ്ണിനോട് സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പലതും ഞാനിവിടെ നോട്ടായി അവശേഷിപ്പിക്കുന്നു. എന്റെ സമയം കഴിഞ്ഞു, സമയം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ എനിക്കൊന്നേ പറയാനുള്ളൂ, കാരുണ്യമാണ് ദൂതൻ. ജീവിതത്തിലുടനീളമുള്ള കരുണ. ലോകത്തെ പ്രവാചകനെ കുറിച്ച് എഴുതിയ എല്ലാ പുസ്തകത്തിലും ഈ കാരുണ്യത്തെ കുറിച്ചാണ്. നബി ഒരു മുസ്ലിമിനെയും ഉപദ്രവിച്ചിട്ടില്ല. നബി ഒരു യുദ്ധത്തിലും, നിങ്ങൾക്കറിയോ, യുദ്ധരംഗത്ത് പോലും നബി പറഞ്ഞത്, മഠാധിപതികളെ കൊല്ലരുത്, സന്യാസിമാരെ തൊടരുത്, അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കരുത്, അവരുടെ ജലതടാകങ്ങൾ തകർക്കരുത്, അവരുടെ ചെടി നശിപ്പിക്കരുത്, അവരുടെ കൃഷിയിടം നശിപ്പിക്കരുത്. കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ നബി പറഞ്ഞു, ആരാ ഈ കുട്ടിനെ കൊന്നത്? അവർ പറഞ്ഞു, ബൗദ്ധവിശ്വാസികളുടെ കുട്ടികളല്ലേ. അപ്പോഴാ നബി പറഞ്ഞു, കുല്ലു മൗലൂദിയുല്ലദു അലൽ ഫിത്ര എന്ന് പറഞ്ഞാൽ, സി രവിചന്ദ്രൻ ഒരു കുട്ടി ജനിച്ചാലും, ആരിഫ് ഹുസൈൻ ഒരു കുട്ടി ജനിച്ചാലും, നരേന്ദ്രമോദിക്ക് ഒരു കുട്ടി ജനിച്ചാലും, അബ്ദുള്ള ഹാജിക്ക് ഒരു കുട്ടി ജനിച്ചാലും അവരൊക്കെ പരിശുദ്ധരാണ്. അതാണ് കാരുണ്യം. അതുകൊണ്ട് ഒഴുകട്ടെ കാരുണ്യം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കരുണയുണ്ടാവണം, മകനോട് ഉപ്പാക്ക് കരുണയുണ്ടാവണം. ഓടിക്കതച്ച് ക്ഷീണിച്ച് നാവ് നീട്ടി നടക്കുന്ന ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളതല്ല ഭാര്യമാരുടെ ഓഹരിയും പങ്കും. അതുകൊണ്ട് അവിടെ കാരുണ്യമല്ല ഉണ്ടാകുക, ക്രൂരത ഉണ്ടാവുക. ക്രൂരത എരന്ന് വാങ്ങരുത് എന്ന് ഞാൻ സഹോദരിമാരോട് പറയാണ്. ഒരവധാനതയും ഒക്കെ വേണം. ഭർത്താവിനെ എത്രയോ ജീവിക്കുന്നവരെ അവർ അംഗീകരിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അതൊക്കെ കാരുണ്യത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. മാഷാ അല്ലാഹ്, നമ്മളൊക്കെ നല്ല സന്തോഷവാന്മാരാണ്. ഈ മഹല്ല് നല്ല കെട്ടുമട്ടുള്ളൊരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചു. ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് കഴിഞ്ഞാൽ തുടരണം. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും പബ്ലിക് ദഅവത്തും തസ്ഗിയത്തും കുട്ടികൾക്കുള്ള ക്യാമ്പും എല്ലാമായി. അതുകൊണ്ട് ഒറ്റവാചകം, കാരുണ്യമാണ് മതം. ആ കരുണയാണ്, ആർദ്രതയാണ് മതത്തിന്റെ മുഖമുദ്ര. മനുഷ്യനോട് അതേ അല്ലാഹ് കൽപ്പിച്ചിട്ടുള്ളൂ. ആ കരുണയനുസരിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.